തള്ളാനും വയ്യ കൊള്ളാനും വയ്യ എന്ന അവസ്ഥയിലായിപ്പോ. അനന്തനെ കൈ കിട്ടുന്നവരെ കാര്യങ്ങളുടെ സത്യാവസ്ഥ വൈദ്യരോട് പറയാൻ പറ്റില്ല. കൂടുതൽ വൈകിയ ആദ്യം എനിക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. എന്തായത് ജയദേവ, കലാശക്കളി വരെ എത്തിയിരിക്കുമ്പോഴാണോ ഇങ്ങനെ ഒരു തളർച്ച? അനന്തനെ എനിക്കേ അറിയൂ. ആഗ്രഹിച്ചത് നേടാൻ വേണ്ടി അവൻ എന്ത് ചെയ്യാനും മടിക്കില്ല. താൻ ഇവിടെയുള്ള വിവരം അനന്തൻ അറിഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് താൻ എന്തിനാടോ പേടിക്കണേ? കല്യാണ പന്തലിൽ വെച്ച് അനന്തൻ ജയദേവനെ കണ്ടു ഞെട്ടും. ആ നിമിഷം മുതലുള്ള സംഭവങ്ങളെല്ലാം ഈശ്വര അനുഗ്രഹം കൊണ്ട് നമ്മൾ ചാർട്ട് ചെയ്ത പ്രകാരം തന്നെ നടക്കും. നീ ധൈര്യമായിട്ടിരിക്കെ. ഇതിൽ കൂടുതൽ സ്നേഹവും ധൈര്യവും എനിക്ക് വേറെ എവിടെ നിന്നും കിട്ടാനില്ല. എന്നിട്ട് ഞാൻ തോക്കുകയാണെങ്കിൽ ഈ ജയദേവൻ നിങ്ങളുടെയൊക്കെ മനസ്സിൽ വെറും ഒരു ഓർമ്മ മാത്രമേ മാറും. അതെ ജയദേവ, എന്താ ഇത്? കൂടുതലൊന്നും എഴുതുന്നില്ല. എന്തായാലും അമ്മയും സ്വർണവും കല്യാണ സമയത്ത് എത്തുക. എന്റെ വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും അതിന് നിങ്ങൾ സാക്ഷികളാകണം. ഇവിടെ എന്നെ സഹായിക്കാൻ നല്ലവരായ എന്റെ കൂട്ടുകാരുണ്ട്. പിന്നെ അങ്ങോട്ട് ചെല്ലുക. എല്ലാവരും കയറിക്കോളൂ. മാമ്പള്ളി, ഇവിടെ മാമ്പള്ളി, സമയമാവണു, വിളിക്കാൻ. നേരത്തെ മണ്ഡപത്തിലോട്ട് ചെല്ലട്ടെ, അവിടുത്തെ ഒരുക്കങ്ങളൊന്നും മാമ്പള്ളി പൂർത്തിയായി. പോയിക്കോളൂ, ഞങ്ങൾ ഉടനെ എത്തിക്കോളാം. എന്താ കുട്ടികളെ, സമയമാവണു, വണ്ടിയെ കയറുക. സുഭദ്ര എവിടെ? സുഭദ്രാമച്ചി ഒരുങ്ങാണ്. ഹായ്, ഇപ്പോഴും ഒരുങ്ങിട്ടിരിക്ക. സുഭദ്രേ, ഞാനൊന്ന് ആശ്രമം വരെ ചെന്നിട്ട് വരാം. വേണ്ട അതിരെ, മുത്തശ്ശനൊക്കെ ഇപ്പൊ വരൂട്ടോ. ഗുരുസ്വാമിയുടെ മെതിയടി തൊട്ട് തൊഴാൻ പോയിരിക്കാന്ന് പറഞ്ഞാ മതി. നന്ദിനി, ഞാൻ ഇപ്പൊ വരാട്ടോ. ശരി. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഗുരുവെ, ചെയ്തു പോയ അപരാധങ്ങളെല്ലാം പൊറുക്കണം. അതിലെ നീ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ വന്നതാണ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ദിവസമാണെന്ന്. കുന്നമംഗലത്തെ പെൺകുട്ടികള് ഏറ്റവും പവിത്രമായി കാണുന്ന ആഭരണങ്ങൾ അണിഞ്ഞ് കാരണവന്മാരെ മനസ്സിൽ ധ്യാനിച്ച് തറവാടിന്റെ പടി ഇറങ്ങി പോവാണ് ഞാൻ. മണ്ഡപത്തിൽ ഞാൻ കാത്തിരിക്കും. ചേട്ടൻ എന്റെ കഴുത്തിൽ താലി കെട്ടുമെന്ന വിശ്വാസത്തോടെ. മറ്റൊരാൾക്ക് കഴുത്ത് നീട്ടേണ്ടി വന്ന പിന്നെ ആദര ജീവനോടുണ്ടാവില്ല. സത്യം. എന്തായി താമസം? നിങ്ങൾ വിട്ടോളുക. കുട്ടികളെ, നിങ്ങൾ ആ വണ്ടിയിലേക്ക് കയറുക. സുഭദ്രാമേ, മാമ്പള്ളി എവിടെ? അവൻ മണ്ഡപത്തിലേക്ക് പോയില്ലേ? ഹായ്, ഞാൻ ആ കാര്യം മറന്നു. കുട്ടി, നീ എവിടെയായിരുന്നു? ഗുരുസ്വാമിയുടെ മെതിയടി തൊട്ട് തൊഴാൻ. നന്നായി. ജയദേവാനന്ദ സ്വാമി ധ്യാനത്തിൽ നിന്ന് ഉണർന്നോ കുട്ടിയെ? ഉവ്വ്, ഒരുങ്ങാണ്. നിന്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കണേ? കരഞ്ഞു? ആ ബാഹുലയാ, സ്വാമിക്ക് പോകാനുള്ള വണ്ടി എവിടെ? ഇപ്പൊ വരും. മനസ്സിലായില്ല. ശ്രീ ജയദേവാനന്ദ സ്വാമിജിയെ കാണാൻ വേണ്ടി വന്നതാ. സ്വാമി പുറപ്പെടാനുള്ള ഒരുക്കത്തിലാണല്ലോ. ഇന്നെന്റെ പേരക്കുട്ടിയുടെ വിവാഹമാ. അധികം താമസിപ്പിക്കില്ല, കല്യാണ മണ്ഡപത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചോളാം. ഓ, എന്നാ അങ്ങനെ ആയിക്കോട്ടെ. ഒന്നും തോന്നരുത്. അസൗകര്യമാവില്ല എങ്കിൽ സ്വാമിമാരും കൂടി ഈ ചടങ്ങിൽ സമ്മതിക്കണം. എന്റെ കുട്ടിയെ അനുഗ്രഹിക്കണം. അങ്ങനെയാവട്ടെ, എത്തിക്കൊള്ളാം. ഓ, വരിക, വണ്ടിയിലേക്ക് കയറുക. വരൂ കുട്ടിയെ. അല്ല, ഇതേതാ ഈ സ്വാമിമാര്? അതറിയാനാണോ ഇപ്പൊ ധൃതി? വണ്ടി എടുക്ക. ആ, ജയ് ശ്രീ ജയദേവാനന്ദ സ്വാമി. മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം, ഞങ്ങളോടൊപ്പം പോന്നോളൂ. മര്യാദക്ക് ഞങ്ങളോടൊപ്പം വരുന്നതാ നല്ലത്. ഇല്ലെങ്കിൽ സ്വാമിയുടെ സമാധി ഇവിടെ തന്നെ കെട്ടേണ്ടി വരും. ഇവിടെ പിടി. ബാഹുലയ, ഇതേതാ ഈ സ്വാമിമാര് കുറെ നേരം ഇവിടെ കിടന്ന് കറങ്ങുന്നു? ഇവന്മാര് സംഗതി വശപ്പശക്കാണെന്ന് തോന്നണത്.
എന്താ ഞങ്ങളുടെ കഴുത്തിലിട്ട് മുറുക്കാൻ പ്ലാൻ ഇടുകയാണോ? അമ്മേ കളി കളി. കുറച്ച് നേരമായാലും അത് വെച്ച് കളിക്കാൻ തുടങ്ങിയിട്ട്. ഇത് സ്വാമിയുടെ മാലയാണല്ലോ. വണ്ടി തിരിച്ചോ. നടക്കണം. തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? അനന്തനെ കുറിച്ച് നീ എന്താടാ വിചാരിച്ച്? തലച്ചോറിലെ കമ്പ്യൂട്ടർ ഔട്ട് ഓഫ് ഓർഡർ ആയ സ്റ്റുപ്പിഡ് ആണ് ഞാനെന്നോ? നോ, അതിപ്പോഴും നല്ല വർക്കിംഗ് കണ്ടീഷനില്ല. ഞാൻ ഡൽഹിയിലും ബോംബെയിലൊന്നും ആയിരുന്നില്ല, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. കുന്നമംഗലത്ത് തറവാട്ടിൽ ഒരു നിഴല് പോലെ കൃത്യമായി പറഞ്ഞ ഒരു പ്രേതാത്മാവായി ഈ അനന്തൻ ഉണ്ടായിരുന്നു. എടാ, നിനക്ക് നന്നായിട്ട് അറിയാലോ ആതിരയാണ് എന്റെ ഡ്രീം ഗേളെന്ന്. അവൾ ഈ നാട്ടിലുള്ളപ്പോ എനിക്ക് ഇവിടം വിട്ട് എങ്ങോട്ടെങ്കിലും പോവാൻ പറ്റൂടാ? എടാ, നിന്റെ കൂട്ടുകാരൻ ഒരുത്തനുണ്ടല്ലോ, പ്രേമദാസ്. അന്നാ തെണ്ടിക്കിട്ട് പറഞ്ഞ എനിക്ക് പൊട്ടിക്കേണ്ടി വന്നു. സോറി. എങ്കിലും ഞാനിപ്പോ നിന്നോട് നന്ദി പറയാ. കമോൺ, എന്തിനാന്ന് ചോദിക്കടാ. വേണ്ട, ഞാൻ പറയാം. ആതിരക്കുട്ടിയുടെ കഴുത്തിൽ മിന്നു കെട്ടാനുള്ള സകല ഒരുക്കങ്ങളും നീ ചെയ്തു തന്നില്ലേ? അതിന് തന്ത്രത്തിൽ എന്നെ കൊടുക്കാമെന്ന് കരുതിയല്ലേ? അതിന് ജയദേവ ശർമ്മ രണ്ടാമത് ജനിക്കണം. കല്യാണ മണ്ഡപത്തിൽ നിന്റെ ആൾക്കാർക്ക് ഒരു കളം മുന്നോട്ട് വെക്കാൻ പറ്റില്ല. തടവെക്കാൻ എന്റെ ആൾക്കാരുണ്ട് അവിടെ. എന്താ വിശ്വാസം വരുന്നില്ലേ? 200 300 മോഷ്ടിച്ച അരിസ്റ്റോക്കാറ്റ് അടിച്ച പഴയ അനന്തൻ അല്ലടാ ഇപ്പൊ ഞാൻ. ആത്മഹത്യ ചെയ്ത നിന്റെ തട്ടാൻകാരനോരെ എടുത്തു തന്ന സ്വർണ്ണം ഉണ്ടല്ലോ, അത് ഒറ്റ രാത്രി കൊണ്ട് എന്നെ ഒരു കോടീശ്വരനാക്കിയടാ. ഒറ്റ രാത്രി കൊണ്ട് തന്നെ അത് അവസാനിക്കും ചൂടാ പട്ടി. നോ, അനന്തൻ അവസാനമില്ല. അവസാനിക്കാൻ പോകുന്ന നീയാണ്. നിന്റെ സമാധി ഇവിടെ നടക്കുമ്പോ എന്റെ കല്യാണം അവിടെ നടക്കും. ഈ രാത്രി ഇരുട്ടി വെളുക്കുമ്പോ ആതിര അവൾ എന്റെ കിടപ്പറയിൽ ഒരു ആലസ്യത്തിൽ മയങ്ങായിരിക്കും. അങ്ങനെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ചാലഞ്ചിന്റെ വിജയം ഞാൻ ആഘോഷിക്കും. പക്ഷെ നിന്നെ ഞാൻ മറക്കില്ല. എല്ലാ വർഷവും ഇന്നേ ദിവസം നിന്റെ വെളുത്ത സമാധിയിൽ വിളക്ക് വെക്കാൻ എന്റെ ആതിരയും കൂട്ടി ഞാൻ എത്തും. ഓക്കെ? ജയ് ശ്രീ ജയദേവാനന്ദ സ്വാമി. സ്വാമിമാരെ, കുരുതി തുടങ്ങിക്കോളൂ. അവരെ കാണുന്നില്ലല്ലോ. എന്റെ നെഞ്ച് പടപടാന്നിരിക്കുന്നു. എന്റെ നെഞ്ച് പൊടിയാ. കംസം വരുന്നെന്നോ? മമ്പിളി ചുരത്തിന് വരെ എത്തിയില്ലല്ലോ. ചെക്കന്റെ പരിവാരങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ചെറിയച്ഛനും അമ്മാവനും ഒക്കെ നിൽക്കണം. ചോദിക്കാലോ. അനന്തനെ കാണുന്നില്ലല്ലോ. മുഹൂർത്താവുന്നല്ലേ ഉള്ളൂ. ബ്രോക്കർ ആയിരിക്കും അല്ലേ? അല്ല, അമ്മാവൻ. അപ്പൊ ഇതായിരിക്കും ബ്രോക്കർ. ഇതൊക്കെ ഇപ്പോഴാണ്. സമയം എന്തായെന്നറിയോ? സമയം മുഹൂർത്തമായി. ഇനി എന്താ താമസം? ജയദേവാനന്ദ സ്വാമി എത്തിക്കോട്ടെ. അദ്ദേഹത്തിന്റെ അനുഗ്രഹങ്ങളും വാങ്ങിയിട്ട് താരി ചാർത്തി കഴിഞ്ഞിട്ട് ആവാലോ. എങ്കിലായിക്കോട്ടെ.
അനന്തൻ വിടരുത്. പൊയ്ക്കോ, പോകാൻ. അല്ല ഓർത്തുമായി താലി എടുത്തു കൊടുത്തോളുക. ഇപ്പൊ മനസ്സിലായടി അനന്തനാരെന്ന്. അനന്തന് ഞാൻ എന്റെ കുഞ്ഞിനെ കൊടുക്കുന്നില്ല. പക്ഷേ വിശ്വാസവഞ്ചന കാണിച്ചവർക്കിവിടെ സ്ഥാനമില്ല. ഒട്ടുപോകരുത്. ഇതൊന്ന് അംഗക്കളരിയോ? ഇറങ്ങടാ പുറത്ത്. ജയദേവ, ഇവനെ ഞങ്ങൾക്ക് വിട്ടേക്ക്. ഇവനെ കൊണ്ട് സ്വർണം ഞങ്ങൾ തുപ്പിച്ചോളാം. വൈദ്യർ ക്ഷമിക്കണം, ഞങ്ങളെ പേടിച്ചാണ് ജയദേവന് വേഷം കെട്ടിയത്. സോറിടാ. കാണാം. വെച്ചിട്ടുണ്ടോ? ഓർക്കണം, അങ്ങയോട് വിശ്വാസവഞ്ചന കാണിച്ചവനാണ് ഞാൻ. പ്രാണം തെളിച്ചെന്ന ഒരു ആത്മാവിനോട് ചെയ്ത ശബ്ദം നിറവേറ്റാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ആവേണ്ടി വന്നു. നന്മ മാത്രമായിരുന്നു ലക്ഷ്യം, നന്മ മാത്രം. അറിഞ്ഞോ അറിയാതെയോ അങ്ങയുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ്. ഞാൻ പോവാ. എല്ലാവരോടും നന്ദിയുണ്ട്. വരട്ടെ. എവിടെ പോകുന്നു ജയദേവൻ? എന്റെ ആദരമോളെ ഉപേക്ഷിച്ച് പോകാൻ നിനക്ക് കഴിയുമോ? സുഭദ്രയല്ല, ഉണ്ണികൃഷ്ണനാണ് പറയുന്നത്. എന്റെ മോടെ മനസ്സ് വേദനിപ്പിച്ചാൽ ശാപം ഉണ്ടാകും. അവൾക്ക് ഇഷ്ടപ്പെട്ട ആളിന്റെ കയ്യിൽ തന്നെ അവളെ പിടിച്ചു കൊടുക്കൂ അച്ഛാ. എന്താ നോക്കി നിൽക്കുന്നത്? പിടിച്ചു കൊടുക്കൂ അച്ഛാ. സുഭദ്രാമേ, തന്റെ വേഷം കെട്ട് കണ്ടിട്ടല്ല ഞാൻ ഇയാളെ തിരിച്ചു വിളിച്ചത്. എന്റെ കുട്ടിയുടെ കണ്ണീര് കണ്ടിട്ടാ. നീലകണ്ഠൻ വൈദ്യര് കംസനോ രാവണനോ ഒന്നും അല്ല. നീട്ടടോ എന്റെ കയ്യ്. നീട്ടാൻ. ഹരി ഓം ഹരി, ഹരി ഓം ഹരി, ഹരി. ബാലനല്ല, ബാലഗോപാലാനന്ദ തീർത്ഥ. ലൗകിക സുഖങ്ങൾ വെടിഞ്ഞ് നാം യഥാർത്ഥ സ്വാമിയായി മാറിയിരിക്കുന്ന ദിതിമാ വത്സേ, ആയുഷ്മാൻ ഭവ, മംഗളാനുഭവന്തു.